ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 5ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററായ ജനങ്ങളാൽ എന്നുള്ള ചാപ്റ്ററാണ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോയ്ക്കൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണേ. ഓക്കെ, ജനങ്ങളാൽ. അപ്പോൾ ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്ന ഒരു ചൂടേറിയ വികസന ചർച്ച, നവ്യ അനുഭവമായിട്ട് വിദ്യാർത്ഥി സൗഹൃദ പാർലമെൻറ്റ് എന്നൊക്കെ പറഞ്ഞ പടമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പത്രവാർത്തയൊക്കെയാണ് ഒരു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് നമുക്ക് വായിച്ചു വെക്കാം. അപ്പം ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി. മഞ്ചാടിമല പഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളെ അംഗങ്ങളാക്കി സംഘടിപ്പിച്ച വിദ്യാർത്ഥി സൗഹൃദ പാർലമെൻറ്റ് ശ്രദ്ധേയമായി. നടപ്പാതകൾ പണിയുക, ഓടകൾക്ക് മൂടി നിർമ്മിക്കുക, തെരുവുനായ ശല്യം നിയന്ത്രിക്കുക, വഴിവിളക്കുകൾ സ്ഥാപിക്കുക, മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ ആവിഷ്കരിക്കുക, പാർക്കുകൾ സ്ഥാപിക്കുക എന്നിങ്ങനെ നിരവധി ആവശ്യങ്ങൾ പാർലമെൻറ്റിൽ ഉന്നയിക്കപ്പെട്ടു. പഞ്ചായത്ത് പ്രസിഡന്റ് യോഗം ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥി സൗഹൃദ പാർലമെൻറ്റ് മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അടുത്ത ഭരണസമിതി യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് പ്രസിഡന്റ് ഉറപ്പ് നൽകി. അങ്ങനെ ഒരു പത്രവാർത്ത കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ആവശ്യങ്ങളാണ് കുട്ടികൾ പാർലമെൻറ്റിൽ ഉന്നയിച്ചതെന്ന് പറഞ്ഞാൽ ഇത് കുട്ടികൾക്ക് എഴുതാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു പ്രദേശത്തെ ഗ്രാമസഭയിൽ അഥവാ വാർഡ് സഭയിൽ ഉയർന്നു വന്ന പ്രധാന ചർച്ചകളും തീരുമാനങ്ങളും ഒക്കെയായിരുന്നു ഇവിടെ മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ നേരിട്ട പങ്കാളിത്തം ലഭിക്കുന്നു. ഇപ്രകാരം ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനമാണ് ജനാധിപത്യം. എന്താണ് ജനാധിപത്യം? ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനമാണ് ജനാധിപത്യം. ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനമാണ് ജനാധിപത്യം. നെക്സ്റ്റ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. ഗ്രാമപ്രദേശങ്ങളിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളായ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയവയും നഗരപ്രദേശങ്ങളിലെ ഭരണ സ്ഥാപനങ്ങളാണ് മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവയും ഉൾക്കൊള്ളുന്നവയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്താണെന്ന് നോക്കുക. ഗ്രാമപ്രദേശങ്ങളിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ്. അപ്പോൾ എന്തൊക്കെയാണ്? ഗ്രാമപഞ്ചായത്തുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തുണ്ട്, ജില്ലാ പഞ്ചായത്തുണ്ട് തുടങ്ങിയവയും നഗരപ്രദേശങ്ങളിലെ ഭരണസ്ഥാപനങ്ങളായ മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവയും ഉൾക്കൊള്ളുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഓക്കെ, ഇനി അടുത്തത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞത് ആരാണ്? എബ്രഹാം ലിങ്കൺ ആണ്. ഇങ്ങനെ കോട്സ് വന്നിട്ട് ആരുടെ വരികളാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്, നോട്ട് ചെയ്യുക. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. അടുത്ത മഹാത്മാഗാന്ധിജിയുടെ വരികളാണ്. ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം അതിനു കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരമുണ്ടായിരിക്കണം എന്നതാണ് പറഞ്ഞത് മഹാത്മാഗാന്ധിജി. എന്താ പറഞ്ഞത്? ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം അതിനു കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ ഏറ്റവും ദുർബലനും അങ്ങനെ ആയിരിക്കണം? ശക്തന് തുല്യമായിട്ടുള്ള അവസരമുണ്ടായിരിക്കണം. അതാണ് ഗാന്ധിജിയുടെ സങ്കല്പം, ജനാധിപത്യത്തെക്കുറിച്ചിട്ടുള്ള സങ്കല്പം. ഓക്കെ, ഇനി അടുത്തത് ജനാധിപത്യത്തിൻ്റെ ഉത്ഭവമായിട്ട് ബന്ധപ്പെട്ട ചില സവിശേഷതകളുണ്ട് ഓരോ രാജ്യങ്ങൾക്കുണ്ട്. ആ രാജ്യങ്ങളുടെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പുരാതന ഗ്രീസിലെ ഏതൻസിലാണ് അപ്പോൾ നോക്കിക്കുക ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം ഉദയം ചെയ്തത്. എവിടെയായിരുന്നു? പുരാതന ഗ്രീസിലെ ഏതൻസിൽ. പൊതുകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചിരുന്നില്ലെങ്കിലും ജനാധിപത്യം എന്ന ആശയം സംഭാവന ചെയ്യുന്നതിൽ ഏതൻസ് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്ന് നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ഭാഗമായ ഇംഗ്ലണ്ടിൽ നിന്നാണ്. ഇന്നത്തെ ജനാധിപത്യ രീതിയുടെ തുടക്കം എവിടെ നിന്നുമാണ്? ഇംഗ്ലണ്ടിൽ നിന്നുമാണ്. തിരഞ്ഞെടുപ്പ്, ജനപ്രതിനിധികളുടെ ഭരണം, പാർലമെൻറ്റ് എന്നീ സംവിധാനങ്ങൾ രൂപം കൊണ്ടത് എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്.
ഒന്നുകൂടെ നോട്ട് ചെയ്ത്, പുരാതന ഗ്രീസിലെ ഏതൻസിലാണ് ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം ഉദയം ചെയ്തത്. പൊതുകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചിരുന്നില്ലെങ്കിലും ജനാധിപത്യം എന്ന ആശയം സംഭാവന ചെയ്യുന്നതിൽ ഏതൻസ് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്ന് നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ഭാഗമായ ഇംഗ്ലണ്ടിൽ നിന്നാണ്. തിരഞ്ഞെടുപ്പ്, ജനപ്രതിനിധികളുടെ ഭരണം, പാർലമെൻറ്റ് എന്നീ സംവിധാനങ്ങളൊക്കെ രൂപം കൊണ്ടത് ഇംഗ്ലണ്ടിലാണ്. ഇനി അടുത്തത്, പുരാതന ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ട്സ് ആണ് ഡെമോക്രസി അഥവാ ജനാധിപത്യം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ആരാണ്? ഹെറോഡോട്ട്സ്. ഡെമോസ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ, ക്രാറ്റോസ് എന്ന് പറഞ്ഞാൽ അധികാരം എന്നീ ഗ്രീക്ക് പദങ്ങൾ ചേർന്നാണ് ഡെമോക്രസി, അതായത് ജനങ്ങളുടെ അധികാരം അഥവാ ഭരണം എന്നൊരു വാക്ക് രൂപം കൊണ്ടത്. ഇങ്ങോട്ട് നോക്കിക്കേ, പുരാതന ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ട്സ് ആണ് ഡെമോക്രസി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഡെമോസ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ, ക്രാറ്റോസ് എന്ന് പറഞ്ഞാൽ അധികാരം എന്നീ ഗ്രീക്ക് പദങ്ങളൊക്കെ ചേർന്നാണ് ഡെമോക്രസി, അതായത് ജനങ്ങളുടെ അധികാരം അഥവാ ഭരണം എന്ന വാക്ക് രൂപപ്പെട്ടത്. പഠിക്കുക. എന്താണ് ഗ്രാമസഭകൾ നോക്കാം. ഒരു പ്രദേശത്തിൻ്റെ ഭരണ വികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദികളാണ് ഗ്രാമസഭകൾ. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേരു ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിൽ അംഗങ്ങളാണ്. നഗരങ്ങളിലെ ഗ്രാമസഭകൾ അറിയപ്പെടുന്ന പേരാണ് വാർഡ് സഭകൾ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്നുകൂടെ നോക്കാം. ഒരു പ്രദേശത്തിൻ്റെ ഭരണ വികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദികളാണ് ഗ്രാമസഭകൾ. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേരു ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിൽ അംഗങ്ങളാണ്. നഗരങ്ങളിൽ ഇവ എന്താണ്? വാർഡ് സഭകളെന്ന് അറിയപ്പെടുന്നു. ഓക്കെ, ഇപ്പോൾ ഗ്രാമസഭകളൊക്കെ കൂടുമ്പോൾ ജനങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ഗ്രാമസഭയിൽ ചർച്ച ചെയ്തിട്ട് അതിനുള്ള പരിഹാരമൊക്കെ കാണാറുണ്ട് കേട്ടോ. ഇനി പങ്കാളിത്ത ജനാധിപത്യം അഥവാ പ്രത്യക്ഷ ജനാധിപത്യം. ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന ഭരണവ്യവസ്ഥയാണ് പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം. താരതമ്യേന ജനസംഖ്യയും ഭൂവിസ്തൃതിയും കുറഞ്ഞ പ്രദേശങ്ങളിലാണ് പ്രത്യക്ഷ ജനാധിപത്യം സാധ്യമാകുന്നത്. ഒരിക്കൽ കൂടി നോക്കാം. ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന ഭരണവ്യവസ്ഥയാണ് പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം. താരതമ്യേന ജനസംഖ്യയും ഭൂവിസ്തൃതിയും കുറഞ്ഞ പ്രദേശങ്ങളിലാണ് പ്രത്യക്ഷ ജനാധിപത്യം സാധ്യമാകുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് കേരള നിയമസഭയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. കേരള സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണ സഭയാണ് കേരള നിയമസഭ. കേരള സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണ സഭയാണ് കേരള നിയമസഭ. തിരുവനന്തപുരമാണ് നിയമസഭയുടെ ആസ്ഥാനം. 1888 സ്ഥാപിച്ച തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, 1904 സ്ഥാപിതമായ ശ്രീമൂലം പ്രജാസഭ, 1949 തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ എന്നിവ കേരള നിയമസഭയുടെ വഴികാട്ടികളാണ്. കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1957 ഏപ്രിൽ 27 ആയിരുന്നു. എല്ലാ വർഷവും ഏപ്രിൽ 27 നിയമസഭാ ദിനമായിട്ട് ആചരിക്കുന്നു. നോട്ട് ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കൽ കൂടി നോക്കാം. കേരള സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണ സഭ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെയൊക്കെ നിയമങ്ങളൊക്കെ നിർമ്മിക്കുന്ന സഭയാണ് കേരള നിയമസഭ. തിരുവനന്തപുരമാണ് നിയമസഭയുടെ ആസ്ഥാനം. 1888 സ്ഥാപിച്ച തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, 1904 സ്ഥാപിതമായ ശ്രീമൂലം പ്രജാസഭ, 1949 തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ എന്നിവ കേരള നിയമസഭയുടെ വഴികാട്ടികളാണ്. കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്ന എന്നാണ്? 1957 ഏപ്രിൽ 27. അങ്ങനെ ഏപ്രിൽ 27 എല്ലാ വർഷവും എന്തായിട്ട് ആചരിക്കുന്നു? നിയമസഭാ ദിനമായിട്ട് ആചരിക്കുന്നു. ഗ്രാമസഭകളിൽ ജനങ്ങൾ നേരിട്ട് പങ്കാളികളാകുമ്പോൾ നിയമസഭയിൽ നമ്മുടെ പ്രതിനിധികളാണ് നമുക്ക് വേണ്ടി സംസാരിക്കുന്നത്.
അടുത്തത് പരോക്ഷ ജനാധിപത്യം അഥവാ പ്രാതിനിധ്യ ജനാധിപത്യം എന്താണെന്ന് മനസ്സിലാക്കാം. ജനങ്ങളെ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്കു വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതിയാണ് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം. ഇന്ത്യയിലെ പോലെ ജനസംഖ്യയും ഭൂവിസ്തൃതിയും കൂടിയ രാജ്യങ്ങളിൽ പ്രാതിനിധ്യ ജനാധിപത്യമാണ് പ്രായോഗികമായിട്ടുള്ളത്. ഒരിക്കൽ കൂടി നോക്കിയേ, ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്കു വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതിയാണ് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം. ഇന്ത്യയെ പോലെ ജനസംഖ്യയും ഭൂവിസ്തൃതിയും കൂടിയ രാജ്യങ്ങളിൽ പ്രാതിനിധ്യ ജനാധിപത്യമാണ് പ്രായോഗികമായിട്ട് ഉള്ളത്. അപ്പോൾ അത് രണ്ടും വ്യത്യാസം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. പ്രത്യക്ഷ ജനാധിപത്യവും പരോക്ഷ ജനാധിപത്യം. ഇനി ജനാധിപത്യത്തിൻ്റെ സവിശേഷതകളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തത്, ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമമായിട്ടുള്ള അധികാരം. സ്വതന്ത്രവും നീതിപൂർവകവുമായിട്ടുള്ള തിരഞ്ഞെടുപ്പ്. ഗവൺമെൻറ്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷം. നെക്സ്റ്റ്, നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ച. ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. ഒരിക്കൽ കൂടി നോക്കിയേ, ജനാധിപത്യത്തിൻ്റെ സവിശേഷതകളാണ്. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമമായ അധികാരം. സ്വതന്ത്രവും നീതിപൂർവമായിട്ടുള്ള തിരഞ്ഞെടുപ്പ്. ഗവൺമെൻറ്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷം. നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ച. ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. ഇത്രയുമാണ് ജനാധിപത്യത്തിൻ്റെ സവിശേഷതകൾ. മനസ്സിലാക്കിയല്ലോ. ഇനി തിരഞ്ഞെടുപ്പിലൂടെ നമ്മൾ തിരഞ്ഞെടുപ്പ് നടത്തുന്ന ഒരു പടങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. യാതൊരു വിവേചനങ്ങളുമില്ലാതെ നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശത്തെയാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശമെന്ന് പറയുന്നത്. എന്തായിരുന്നു? യാതൊരു വിവേചനങ്ങളുമില്ലാതെ നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശത്തെയാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശമെന്ന് പറയുന്നത്. 1989 വരെ ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള പ്രായം 21 വയസ്സായിരുന്നു. ഇപ്പോൾ അത് എത്രയായി? 18 വയസ്സാണ്. ഓക്കെ. ഇപ്പം ഇതും സ്കൂൾ പാർലമെൻറ്റിൻ്റെ ഒരു വിജ്ഞാപനത്തിൻ്റെ സമയമൊക്കെ ചുമ്മാ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു. ഇതുപോലെയാണ് ശരിക്കും തിരഞ്ഞെടുപ്പിനും അങ്ങനെയുണ്ട്. ഒരു തിരഞ്ഞെടുപ്പിന് വിവിധ ഘട്ടങ്ങളുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നോക്കിക്കേ, തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കൽ, തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ, പത്രിക സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ, തിരഞ്ഞെടുപ്പ് പ്രചാരണം, വോട്ടെടുപ്പ്. മനസ്സിലായല്ലോ? ഒരിക്കൽ കൂടി നോക്കാം. തിരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങളാണ്. എന്തൊക്കെയായിരുന്നു? തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കൽ, തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം, പിന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ, പത്രികയുടെ സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ, തിരഞ്ഞെടുപ്പ് പ്രചരണം, പിന്നെന്തായിരുന്നു? വോട്ടെടുപ്പ് നടക്കുന്നു. അതിനുശേഷം എന്താണ്? വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും നടക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ്. ഇനി ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ധർമ്മങ്ങൾ അറിഞ്ഞിരിക്കണം. ഗവൺമെൻറ്റുകൾ രൂപീകരിക്കുന്നു, എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നു, ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു, ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു, വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു. അപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ ധർമ്മങ്ങളാണ്: ഗവൺമെൻറ്റുകൾ രൂപീകരിക്കുന്നു, എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നു, ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു, ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു, വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു. അപ്പോൾ ഇത്രയും അറിഞ്ഞിരിക്കുക. ഇനി അടുത്തത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് മനസ്സിലാക്കണം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും പാർലമെൻറ്റ്, സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കും സ്വതന്ത്രവും നീതിപൂർവകവുമായ തിരഞ്ഞെടുപ്പ് നടത്തുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതല. ഒരിക്കലിനോട് നോക്കിക്കേ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും പാർലമെൻറ്റ്, സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കും സ്വതന്ത്രവും നീതിപൂർവകവുമായിട്ടുള്ള
തിരഞ്ഞെടുപ്പ് നടത്തുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതല. 3 അംഗങ്ങളുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ എല്ലാവരെയും നിയമിക്കുന്നതാരാണ്? രാഷ്ട്രപതിയാണ് എല്ലാവരെയും നിയമിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ സ്കൂളിലെ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററായിരുന്നു. അപ്പോൾ പഠിക്കുക. അപ്പം എല്ലാവരും നല്ല മനസ്സിലാക്കി തന്നെ പഠിക്കുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക്